ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് മൊത്തം ഞാൻ നാട്ടിൽ നിന്ന് എടുത്ത വീഡിയോസ് കേട്ടോ. അപ്പോൾ ഞാനത് എൻ്റെ ഡയറി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നട്ടുച്ച 2 മണി വീടെടുക്കുകയാണ് ഇപ്പം എൻ്റെ പരിപാടി. ഞാൻ എൻ്റെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് കാണിച്ചിട്ടില്ലല്ലോ, ഞാൻ സ്റ്റോറി ഒന്നും ഇട്ടിട്ടില്ല എന്ന് തോന്നണം. ഇതിൽ നോക്കിക്കോളൂ കേട്ടോ, അതിലുണ്ടാവും കുറച്ച്. And this video hit 1 million. ഗൾഫിലെ പോലെയല്ല, നാട്ടിൽ നിന്ന് ഡ്രസ്സ് മാറിച്ച് വീഡിയോ ചെയ്യാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തൽപ്പാറ പമ്പിൽ പോയിട്ട് ഒന്ന് ചായ കുടിച്ചിട്ട് വന്നു. ചന്ദ്രനെ നോക്കി നിന്നു. മഴ, നാട്ടിലെ മഴ ഒന്ന് ലേങ്കമ്മി കണ്ടാ കരണ്ട്. എന്തിന് കാറ്റ് കൊണ്ട പാറ്റിയ കരണ്ട് പോയി. കാറ്റ് കൊണ്ട കരണ്ട് പോട്ട് ചായ. ഓ പാട്ട് ആ ദിവസം ഉച്ച മുതലേ നമ്മൾ കറക്കായിരുന്നു. പിന്നെ നമ്മൾ കോട്ടയ്ക്ക് പോയിട്ട് ചാടിക്കണിരുന്നു. സുഹൃത്തുക്കളെ, ഞാനുണ്ട്, ഷഫ്റ്റ് ഉണ്ട്, പിന്നെ സുഹൃത്തുക്കളെ കുഞ്ഞായ്മത് ഉണ്ട്. കുഞ്ഞായ്മ കുറെ പൈസ ഉണ്ട്, കുറെ പൈസ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ പേയിലാണ് എണ്ണുന്നത്. പിന്നെ കമ്പിയുണ്ട്, ആരുടെ വലിയ ആളായി വിളിക്കുന്നുണ്ട്, ഒരു കാര്യമില്ല. പിന്നെ സോബർ തങ്കമാണ് ഇന്നത്തെ GT ഡ്രൈവർ. ആള് പിന്നെ പാരീസിലായിരുന്നു, പിന്നെ ഇന്ന് സൗദിയിലായിരുന്നു അല്ലേ. നാളെ എവിടെ ആയിരിക്കും? കുണ്ടമ്പേട്ടയിലായിരിക്കും. ഇപ്പൊ കുണ്ടമ്പേട്ട എന്ന് കമന്റ് അടിച്ചത് കമ്പിയാണ്. കമ്പി ഞങ്ങളുടെ സ്വന്തമല്ല. കമ്പിനെ അവിടുന്ന് ഇതിലെ ആരുടെയോ ഒരു ചങ്ങായിയാണ്, അവിടെ പോയി തുറന്നാണ്. പിന്നെ എന്റെ കൂടെ ഉള്ളത് പിലു. സുഹൃത്തുക്കളെ, കമ്പി ബ്ലോഗർ സുഗു ഞങ്ങളുടെ കൂടെ വണ്ടിയിലുണ്ട്. വലിയ ആളാവുണ്ട്, ഒരു കാര്യമില്ല. ചിലപ്പോൾ ചിലടക്ക് കൊടുക്കാൻ തോന്നും. പിന്നെ സുഹൃത്തുക്കളെ ഇവിടെ ചെറിയ ചെറിയ പൈതമക്കളുണ്ട്. പൈതമക്കളൊന്നും ഒരു വിഷയമില്ല എന്നാണ് തങ്ക സോബർ പറയുന്നത്. പിന്നെ കുഞ്ഞിന് പൈസ എണ്ണി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് പൈസ ഉണ്ടാകാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ലാത്തതുകൊണ്ട് കുഞ്ഞിന്റെ കയ്യിലാണ് ഇപ്പോൾ പൈസ മൊത്തം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഷിഫ്റ്റിന്റെ മൂട്ടിലിടിക്കണം എന്നാണ് തങ്കം പറഞ്ഞത്. പക്ഷെ ഷിഫ്റ്റിന്റെ മൂട്ടിലിടിച്ചില്ല, കാരണം ഷിഫ്റ്റ് വലിയൊരു വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ ചെറിയൊരു കൊച്ചു വണ്ടിയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു ചേച്ചിയല്ല, കൊച്ചു പെണ്ണാണ്. സുഹൃത്തുക്കളെ, ആ കൊച്ച് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഹെൽമെറ്റ് അല്ലല്ലേ, ക്യാമറ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഈ കൂട്ടത്തില് 2% കൂട്ടത്തില് 90% നാണം കൂടുതലുള്ള ഒരേ വ്യക്തിയാണ് അനസ് പിലു. പിന്നെ വണ്ടിയിൽ വൈബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒച്ചപ്പാടും പാടുണ്ടാക്കിയതാണ്. കാരണം ഓൾറെഡി എനിക്ക് ജലദോഷവും നല്ല കഫക്കെട്ടുണ്ട്. പുറത്തിറങ്ങി ഒരു ചുക്കാപ്പിയും കുടിച്ചിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ഇപ്പം ഞാൻ. ഞങ്ങളിപ്പോൾ ഇരിക്കുന്ന സ്ഥലം നമ്മുടെ പാണക്കാട് പാൽത്തമ്മലാണ്. അപ്പോൾ ഇവിടെ ചായയും ഒക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ചായയും കുടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വൈബിടിച്ചിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾക്കുണ്ടോ വീടെടുക്കുന്നത് കണ്ടാൽ മുഖം പൊത്തി ഓടുന്ന ചങ്ക്? ഹലോ, കൊല സാധനം
നല്ല ടേസ്റ്റ് ഉണ്ട് വേറി, നല്ല ടേസ്റ്റ് വേറി. കാട് കാണിച്ചു കഴിഞ്ഞപ്പോൾ വെള്ളച്ചാട്ടം കാണിച്ചു തരാറുണ്ട് കണ്ട് കൊണ്ടുവന്നാണ് ഇങ്ങോട്ട് നോക്കട്ടെ ഇവിടെ എന്തുള്ളതെന്ന്. ഞങ്ങൾ 2 വണ്ടിക്ക് ആളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ പോണ ആൾക്കാരോടും ഓട്ടർച്ചക്കാരോടൊക്കെ വഴി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്മാർ എന്നോട് പാട്ട് പാടിത്തരുമെന്ന് ചോദിച്ചു. ഞാൻ പാടി. ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും പറയുന്നത് കുറച്ചുകൂടി അങ്ങോട്ട്. അപ്പം നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇറങ്ങി നോക്കുകയാണ്. കാരണം എത്തിയിട്ടില്ല. നമ്മൾ പല കാടുകളും ഒന്ന് എൻ്റർ ചെയ്ത് നോക്കുന്നു. പക്ഷെ ഇതല്ല ശരിക്കുള്ള സ്ഥലം. നമുക്ക് നേരെ പോയാൽ മതി. സുഹൃത്തുക്കളെ, ബോർഡ് കണ്ടിട്ട് ഞങ്ങള് ഒരു ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞത് ഇപ്പുറത്തേക്കാണെന്ന്. ഞങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു. പക്ഷെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നോക്കി. വസീമിന്റെ സ്കേർട്ടിട്ട വണ്ടി ഞങ്ങളിന്ന് കേട് വരുത്തുന്നതാണ് ഞങ്ങള് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലേ. പല ജാതി ദുരന്തം, കൊറോണ, മറ്റേ എന്തൊക്കെയാ നമ്മള് കണ്ടെത്തുന്നത്. സുഹൃത്തുക്കളെ, ഈ റോഡ് കണ്ടിട്ട് വലിയ റോഡാണെന്നാണ് കുഞ്ഞു മുഹമ്മദ് പറയുന്നത്. പക്ഷേ ഇത് ക്ലാരിറ്റി കിട്ടാത്ത റോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഹെലികോപ്റ്റർ മുന്നിലുള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇവരെ കൂടെ ആകുമ്പോൾ സാധാരണ കുറച്ച് അനോയിങ് ആയിട്ടാണ് പെരുമാറുള്ളത്. കാരണം അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും. വേറെയുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാനിങ്ങനെ അത്ര ഓപ്പൺ ആയിട്ട് പെരുമാറുക, എങ്ങനെയാണ് എന്തെങ്കിലും പൊട്ടത്തരം അഭിനയിക്കുക, എന്തെങ്കിലും പൊട്ടത്തരം കാട്ടിക്കൂട്ടുക, ഇതൊക്കെ ഒരു രസമാണ്, ഒരു നേരം പോക്കാണ്. ഇവരുടെ കൂടെ ആകുമ്പോൾ കുറേ ചിരിക്കുക, കുറേ ഭയങ്കര രസമാണ്. ഇപ്പം വേറെയുള്ള പല ആൾക്കാരുടെ ഇടയിൽ നിന്ന് എനിക്ക് അങ്ങനെ അത്ര ഇത് ഉണ്ടാവാറില്ല, ഞാനങ്ങനെ പെരുമാറാറില്ല. പക്ഷെ ഇവരെ കൂടെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര രസമാണ്. ഇങ്ങനെ നാട്ടിൽ വേറെ ടീമുണ്ട്, അവരെ കൂടി ഉണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് ഞാൻ ഇവരെ കൂടെ ആകുമ്പോൾ ഞാൻ സാധാരണ തൊള്ള പൂട്ടാറില്ല. ബാക്കിയുള്ളടത്തൊക്കെ ആകുമ്പോൾ ഞാൻ അധികം തൊള്ള പൂട്ടാറും സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിക്കും ഞാൻ എന്താ പറയണത് എന്നൊക്കെ. ഇവരെ കൂടെ ആണെങ്കിലും ആൾക്കാരും വൈബും സെറ്റ് അല്ലാന്നുണ്ടെങ്കിലൊന്നും ഞാൻ തൊള്ളോർക്കില്ല കേട്ടോ. ആൾക്കാരും വൈബും എല്ലാം കൂടി സെറ്റാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. ഞാൻ എന്താ പറയുക, നമ്മളെന്താ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ചിന്തിക്കാൻ പോലില്ല. അങ്ങനെ എൻജോയ് ചെയ്തു പോകും. കാരണം എല്ലായിടത്തും നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ടോ എന്നുള്ള ആ ഒരു ഡൗട്ട് എനിക്കെപ്പോഴും ഉണ്ട്. ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ നടന്ന് കുന്നൊക്കെ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുകളിലാണ്. ഈ റൂട്ടേ ശരിയല്ല, നല്ല മഴയും വെള്ളം വരുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒരിക്കലും വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ പോകുന്ന വൈഡ് ലുക്ക് കണ്ടിട്ട് തന്നെ തോന്നുന്ന ആ ഒരു ടൈപ്പ് ഏരിയ ആണെന്ന് തോന്നുന്നത്. ഈ ഷൂട്ട് നന്നായി, പക്ഷേ അത് ബ്ലോക്കോ ഹരിയർപോട്ട് കീഴിൽ മതി. നല്ല വെള്ളം ഉണ്ടായി പൊളി. എന്താ വല്ലോ പൈസ ഉണ്ടോ നിങ്ങളോ? കൂടോ ഇവിടെ ഞാൻ പൈസ എടുക്കാം. ഒന്നി വന്നാൽ ഞാൻ പൈസ പിന്നോട്ട് പോയല്ലേ പോണേ. ടിപ്പുവിന്റെ പുലിന്റെ അവശിഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഇതാ
പുല്ലിന്റെ അവശിട്ടുണ്ട് ആ ഗുഹന്റെ ഉള്ളിൽ. എടുത്തോ. അങ്ങോട്ട് വാ. നാടിന്റെ മനസ്സിൽ ചെയ്യൂട്ടാ. ഇതില് മറ്റേ ഇവിടെ പോയി ഇപ്പൊ സ്വിറ്റ്സർലൻഡ് പോയിപ്പോ എന്നെ ചെയ്തില്ല. അല്ലല്ലോ ആടിക്കടി. ഇങ്ങോട്ട് വാ, ഞാൻ വെള്ളം കണ്ടു പാലക്കാട്ട് ചോദിക്കാൻ ഇല്ലല്ലോ. ഇതിനെ കൈ കയറ്റുന്ന സീന് അടിപൊളി വരാം. അടികൊന്നൂറ് വരാം. ഇത് അടികൊന്നൂറ് വരാം. അതൊന്നുമല്ല. ഇത് കഴിഞ്ഞ് രാത്രി നമ്മൾ കുട്ട മൈസൂർ റൂട്ട് വഴി കൂടി ഒന്ന് പോയി നോക്കി. കേട്ടിടത്തോളം ഭയങ്കര ഡേഞ്ചർ ഏരിയ ആണെന്ന് പറഞ്ഞത്. കുറേ പ്രോബ്ലംസ് എന്തൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ വെറുതെ പോവാണ്, പോയിട്ട് അപ്പം തന്നെ ഇങ്ങോട്ട് വരും. നമ്മൾ ആ റൂട്ടിൽ നേരെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ മൈസൂർ ബാംഗ്ലൂർ എങ്ങോട്ടെങ്കിലും എത്തും. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാഫ് വരെ പോയിട്ട് വല്ല മൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ചു വരും. നമ്മളിപ്പോൾ എന്തായാലും പുലിനെ കണ്ടിട്ട് പോകുള്ളൂ. ചരിത്രം കേറിക്കോ. ഞങ്ങളൊരു പോലീസ് സ്റ്റേഷൻ്റെ സൈഡിൽ വണ്ടി നിർത്തിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതിവിടെ നിർത്തണേ. ടാറ്റാ.